തൃശൂരിൽ പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം അനുവദിച്ചു. 24 ലക്ഷം രൂപയാണ് പുലികളി സംഘങ്ങൾക്കായി വിതരണം ചെയ്യുന്നത്. പ്രഖ്യാപനം നടത്തി ഒരു വർഷമാകാറായിട്ടും ധനസഹായം അനുവദിക്കാത്തതിൽ സംഘങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ ചർച്ചയിൽ അടിയന്തരമായി തുക അനുവദിക്കാമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പു നൽകുകയായിരുന്നു. കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ ധനസഹായമായി 3 ലക്ഷം രൂപ നൽകുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചത് അടുത്ത പുലിക്കളിക്കാലം ഇങ്ങെത്തിയിട്ടും സംഘങ്ങൾക്ക് പണം ലഭിച്ചില്ലെന്നായിരുന്നു പരാതി. സുരേഷ് ഗോപിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ പുലിക്കളി സംഘങ്ങൾ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ ചർച്ചയിൽ അടിയന്തരമായി തുക അനുവദിക്കാമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ഉറപ്പ്. തുക അനുവദിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും സുരേഷ് ഗോപിയുടെ ഇടപെടൽ സ്വാഗതാർഹമാണെന്നും പുലിക്കളി സംഘങ്ങൾ പറഞ്ഞു. പുലിക്കളി സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് സർക്കാരിന്റെ തീരുമാനത്തെ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രി എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി നടത്തിയ ഇടപെടലിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം കഴിഞ്ഞ ഒരു വർഷം മുന്നെയാണ്, കഴിഞ്ഞ പുലിക്കളിയുടെ സമയത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിങ്ങനെ ഒരു ധനസഹായം ഉണ്ടാകുമെന്നുള്ളൊരു പ്രഖ്യാപനം വന്നത്. പുലിക്കളി ഈ കേന്ദ്രത്തിൻ്റെ ഒരു ധനസഹായമായിട്ടല്ല ഈ തുക അനുവദിച്ചിട്ടുള്ളത്. ഇതൊരു സ്പോൺസർഷിപ്പായിരുന്നു. അതിനുവേണ്ട ചില നോംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അത് പാലിക്കാത്തത് കൊണ്ടാണ് നമുക്കത് അനുവദിക്കാത്തത് എന്നുള്ള ടെക്നിക്കൽ കാര്യമാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഇതൊരു റീകൺസിഡർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളൊരു വീണ്ടും എല്ലാ പുലിക്കളി സംഘങ്ങളും ചേർന്ന ഒരു അപേക്ഷ കേന്ദ്ര സർക്കാരിലേക്ക് ജില്ലാ ഭരണകൂടം വഴി, കേരള സർക്കാർ വഴി നമ്മൾ സമർപ്പിച്ചിരുന്നു. അതിലുള്ള ഒരു തീരുമാനം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ തീരുമാനം വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പുലിക്കളിക്ക് ആഴ്ചകൾ ശേഷിക്കെയാണ് തുക അനുവദിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. 4ാം ഓണത്തിനാണ് സ്വരാജ് റൗണ്ടിൽ വർണ്ണാഭമായി പുലികൾ ഇറങ്ങാറുള്ളത്. അമൃത ന്യൂസ്, തൃശൂർ.